വിശ്വസിക്കാൻ കഴിയില്ല ഈ നടന്റെ ഇന്നത്തെ അവസ്ഥ. സത്യത്തിൽ കണ്ണു നിറയും. ധൂം എന്ന ചിത്രം കണ്ടവരാരും ഉദയ് ചോപ്ര എന്ന ബോളിവുഡ് നടനെ മറക്കില്ല. അത്രയ്ക്ക് മികച്ച രീതിയിൽ അതുവരെ അങ്ങനെയൊരു നടനെ കണ്ടിട്ടില്ലാത്തവർക്ക് പോലും ഇഷ്ടം തോന്നുന്ന തരത്തിൽ അഭിനയിച്ചു കളഞ്ഞാണ് ഉദയ് ചോപ്ര വലിയ താരമായത്. 6 വർഷമായി ഉദയനെക്കുറിച്ച് വിവരമൊന്നുമില്ലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ധൂം 3 കഴിഞ്ഞതോടെ അപ്രത്യക്ഷനായി ഉദയ്. എന്നാൽ ഈയിടെ അദ്ദേഹം എഴുതിയ ഒരു കത്ത് പുറത്തുവന്നു. അതുവരെ താരത്തെ അന്വേഷിച്ചവരും അന്വേഷിക്കാത്തവരുമായ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ: എന്റെ അവസ്ഥ വളരെ മോശമാണ്. അത് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പരാജയപ്പെടുകയായിരുന്നു. ഇത് ഫസ്റ്റ് ട്വീറ്റ്. അതിനുശേഷം സമൂഹമാധ്യമത്തിൽ നിന്നെല്ലാം വിട്ടുനിന്നു. മരണത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതുപോലെ തോന്നുന്നെന്നും ആത്മഹത്യയാണ് പരിഹാരമെന്നും ട്വീറ്റ് വന്നു. പിന്നാലെ അത് ഡിലീറ്റാക്കി. ഈ 2 ട്വീറ്റുകളും മായ്ച്ചു കളഞ്ഞ് നിരീശ്വരവാദത്തെക്കുറിച്ചായി ട്വീറ്റ്. എന്തായാലും താരം വിഷാദരോഗത്തിന് അടിമപ്പെട്ടുവെന്നാണ് കേൾക്കുന്നത്. 1 വർഷം മുമ്പ് തന്റെ പ്രണയ തകർച്ചയെക്കുറിച്ച് എഴുതിയിരുന്നു. തനിക്കിപ്പോൾ ഒന്നും പഴയതുപോലെ ആകുന്നില്ലെന്നായിരുന്നു കുറിപ്പ്. ഞാൻ ഇഷ്ടപ്പെട്ടവൾ എന്നെ വിട്ടുപോയി. അവൾ പോയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നും ഉദയ് ചോപ്ര കുറിച്ചിരുന്നു. ഈ നടന്റെ അഭാവം, അവസ്ഥ എല്ലാവരെയും വേദനിപ്പിക്കുകയാണ്. അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ ചിത്രമായ മൊഹബത്തേനിലൂടെയാണ് ഉദയ് ചോപ്ര ബോളിവുഡിൽ അരങ്ങേറിയത്. എല്ലാ രോഗങ്ങളും വേഗം മാറാൻ നമുക്ക് ഉദയയെ സ്നേഹിക്കാം. ഉദയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. ഫിലിം കോട്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് 6 ലക്ഷമായിരിക്കുന്നു. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.